Good afternoon to all. Today I am going to teach transfer of property in goods, importance of transfer of property in goods. The most important feature of a contract of sale is transfer of property or ownership. നമുക്കറിയാം ഒരു സെയിലിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യും. സെല്ലറിൽ നിന്ന് ബയറിലേക്ക് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഒരു ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇൻ ഗുഡ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ. അതായത് ഓണർഷിപ്പ് സെല്ലറിൻ്റെ നിന്ന് ബയറിലേക്ക് ട്രാൻസ്ഫർ ആവും. The most important feature of a contract of sale is transfer of property or ownership. When the goods are sold, it is the property in goods that is transferred to the buyer. ഒരു ഗുഡ്സ് വിറ്റ് കഴിഞ്ഞാൽ ആ ആ ഗുഡ്സിൻ്റെ പ്രോപ്പർട്ടി ആർക്ക് ട്രാൻസ്ഫർ ചെയ്യും? സെല്ലറിൽ നിന്ന് ബയർക്ക് ട്രാൻസ്ഫർ ചെയ്യും. When the goods are sold, it is the property in goods that is transferred to the buyer. ആ പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ് ആർക്ക് ട്രാൻസ്ഫർ ചെയ്യും? ബയ്യർക്ക് ട്രാൻസ്ഫർ ചെയ്യും. Property in goods means ownership of goods, whereas possession of goods refer to കസ്റ്റഡി ഓർ കൺട്രോൾ ഓഫ് ഗുഡ്സ്. ഇവിടെ രണ്ട് ടേംസ് പറയുന്നുണ്ട്, അതായത് പ്രോപ്പർട്ടി ഇൻ ഗുഡ്സും പൊസഷൻ ഓഫ് ഗുഡ്സും. എന്താണ് പ്രോപ്പർട്ടി ഇൻ ഗുഡ്സും അതുപോലെ പൊസഷൻ ഓഫ് ഗുഡ്സും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിക്കോ. പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് മീൻസ് ദ ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ്. പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് പറഞ്ഞാൽ ഓണർഷിപ്പ്, ഗുഡ്സിൻ്റെ ഓണർഷിപ്പിനെയാണ് നമ്മൾ പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പൊസഷൻ ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞാലോ കസ്റ്റഡി ഓർ കൺട്രോൾ ഓഫ് ഗുഡ്സ്. ഒരു ഗുഡ്സിൻ്റെ കസ്റ്റഡിയിൽ വെക്കുക അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുക, അല്ലാണ്ട് അവിടെ ഓണർഷിപ്പ് കിട്ടണില്ല. പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് കിട്ടുകയാണ് ചെയ്യുന്നത്. പൊസിഷൻ ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗുഡ്സ് കസ്റ്റഡിയിൽ വെക്കാൻ അല്ലെങ്കിൽ കൺട്രോളിൽ വെക്കാനുള്ള ഒരു റൈറ്റേ അവിടെ കിട്ടണുള്ളൂ. ദസ് ട്രാൻസ്ഫർ ഓഫ് പൊസിഷൻ ഈസ് നോട്ട് ദ സെയിം തിങ് ആസ് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്. നമ്മൾ പഠിച്ചില്ല, അതായത് ട്രാൻസ്ഫർ ഓഫ് പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊസിഷൻ മാത്രമേ കിട്ടണുള്ളൂ. ആ ഗുഡ്സിൻ്റെ നമ്മുടെ കസ്റ്റഡിയിൽ വെക്കാനുള്ള ഒരു പൊസിഷൻ മാത്രമേ കിട്ടണുള്ളൂ. അതേസമയം ഓണർഷിപ്പോ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് എന്ന് പറഞ്ഞാലോ ഓണർഷിപ്പ് കയ്യിൽ കിട്ടാണ് ചെയ്യുന്നത്. ദ ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് മേ പാസ്ഡ് വിത്ത് ഓർ വിത്തൗട്ട് ദ ട്രാൻസ്ഫർ ഓഫ് പൊസിഷൻ. നമുക്ക് പൊസിഷൻ ട്രാൻസ്ഫർ ചെയ്യാണ്ട് തന്നെ, അതായത് ആ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യാണ്ട് തന്നെ നമുക്ക് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാം. അതായത് ഇപ്പം നമ്മൾ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഗുഡ്സ് സെല്ലറിൻ്റെ നിന്ന് ബയറിലേക്ക് പോകും. അതാണ് ഉദ്ദേശിക്കുന്നത്. ദ ഓണർഷിപ്പ് ഓഫ് ദി ഗുഡ്സ് മേ പാസ് വിത്തൗട്ട് ദ ട്രാൻസ്ഫർ ഓഫ് പൊസിഷൻ ട്രാൻസ്ഫർ ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഓണർഷിപ്പിനെയാണ് അത് ഉദ്ദേശിക്കുന്നത്. പൊസഷൻ ഓഫ് ഗുഡ്സോ കസ്റ്റഡി ഓർ കൺട്രോൾ ഓഫ് ദ ഗുഡ്സ്. ആ ഗുഡ്സ് കസ്റ്റഡിയിൽ വെക്കുകയാണെങ്കിൽ കൺട്രോൾ ചെയ്യുക, അതിനെയാണ് നമ്മൾ പൊസഷൻ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇമ്പോർട്ടൻ്റ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി. അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് മീൻസ് ദ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദ റൈറ്റ് ആൻഡ് ലയബിലിറ്റി ഓഫ് ദി പാർട്ടീസ് ആർ ലിങ്ക്ഡ് വിത്ത് ദി ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്. ദ ഫോളോയിങ് റൂൾസ് ആർ ഒബ്സർവ്ഡ് ഇൻ ദിസ് റിഗാർഡ്. അതായത് ഇമ്പോർട്ടൻസ് താഴെ പറഞ്ഞ പോയിൻറ്റ്സുമായിട്ട് റിലേറ്റഡ് ആണ്. ഫസ്റ്റ്, റിസ്ക് ഫോളോസ് ഓണർഷിപ്പ്. Unless otherwise agreed, risk follows ownership, whether delivery has been made or not and whether price has been paid or not. അതായത് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ റിസ്ക്കും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. അതാണ് പറയുന്നത് റിസ്ക് ഫോളോസ് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ റിസ്ക്കും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. വെദർ ഡെലിവറി ഹാസ് ബീൻ മെയ്ഡ് ഓർ നോട്ട്. ആ ഗുഡ്സിൻ്റെ ചിലപ്പോൾ ഡെലിവറി നടത്തിയിട്ടുണ്ടാവില്ല, ആ ഗുഡ്സ് കയ്യിൽ കൊടുത്തിട്ടുണ്ടാവില്ല, എന്നാലും ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൻ്റെ റിസ്ക്കും ട്രാൻസ്ഫർ ചെയ്യും. ഓർ നോട്ട്, അതിൻ്റെ പ്രൈസ് പേ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ആ ഗുഡ്സ് ഡെലിവറി ചെയ്തിട്ടുണ്ടോ, ഇതൊന്നും മാറ്റർ അല്ല. ഒരു ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ആ ഗുഡ്സിൻ്റെ റിസ്ക്കും ട്രാൻസ്ഫർ ആവുന്നുണ്ട്.
Therefore, if the property has passed to the buyer, he became the owner of the goods and the risk of destroyation, damage or loss of goods is that of buyer. നമുക്കറിയാം ഒരു ഗുഡ്സിൻ്റെ പ്രോപ്പർട്ടിയുടെ ട്രാൻസ്ഫർ നടത്തി കഴിയുമ്പോൾ ഓണർഷിപ്പ് സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് ആർക്ക് പോവും, ബയ്യർക്ക് പോവും. ഹി ബിക്കെയിം ദ ഓണർ ഓഫ് ദി ഗുഡ്സ്. പിന്നെ ആരായിരിക്കും ഓണർ? ബയ്യർ. ദ ഗുഡ്സ് ആൻഡ് ദെൻ ദ റിസ്ക് ഓഫ്. അത് കഴിഞ്ഞിട്ട് ആ ട്രാൻസ്ഫർ നടത്തിയതിന് ശേഷം എന്തെങ്കിലും ഡിസ്ട്രക്ഷനോ അല്ലെങ്കിൽ ഡിട്രോയേഷനോ അല്ലെങ്കിൽ ഡാമേജ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റിസ്ക് ആർക്കാണ്? ബയ്യർക്കാണ്. പിന്നെ അതിൻ്റെ റിസ്ക് സെല്ലർക്ക് ഉണ്ടാവില്ല. കാരണം എന്താ? ഓണർഷിപ്പ് നമ്മൾ സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് ബയ്യർക്ക് ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഓണർ ആരായിരിക്കും? ബയ്യർ ആയിരിക്കും. പിന്നെ അതിൻ്റെ റിസ്ക് ആർക്കും ഉണ്ടാവില്ല? സെല്ലർക്ക് ഉണ്ടാവില്ല. പകരം ആർക്കായിരിക്കും? ബയ്യർക്കായിരിക്കും. അതാണ് റിസ്ക് ഫോളോസ് ഓണർഷിപ്പിൽ പറയുന്നത്. അതായത് ഇഫ് പ്രോപ്പർട്ടി ഹാസ് പാസ്ഡ് ടു ദി ബയ്യർ, പ്രോപ്പർട്ടി ബയ്യർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഹി ബിക്കെയിം ദ ഓണർ ഓഫ് ദി ഗുഡ്സ്. പ്രോപ്പർട്ടി സെല്ലറിൻ്റെ നിന്ന് ബയ്യർക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഓണർ ബയ്യറാണ്. പിന്നെ എന്തെങ്കിലും ഡിസ്ട്രക്ഷനോ അല്ലെങ്കിൽ ഡിട്രോയേഷനോ അല്ലെങ്കിൽ ഡാമേജ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റ് ആർക്കാണ്? അതിൻ്റെ റൈറ്റ് ബയ്യർക്കാണ്. സെല്ലർക്ക് അതിൽ യാതൊരുവിധ റെസ്പോൺസിബിലിറ്റിയും ഇല്ല. ഇനി ഈ റിസ്ക് ഫോളോസ് ഓണർഷിപ്പിൻ്റെ കുറച്ച് എക്സംഷൻസ് പറയുന്നുണ്ട്, നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഇഫ് ദ പാർട്ടീസ് ഡിസൈഡ് ടു ട്രാൻസ്ഫർ ദ റിസ്ക് ബിഫോർ ഓർ ആഫ്റ്റർ ദ ഓണർഷിപ്പ് ഹാസ് ട്രാൻസ്ഫേർഡ്. അതായത് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തതിന് മുമ്പോ അല്ലെങ്കിൽ ശേഷമോ അവർ വേറെ ആർക്കെങ്കിലും റിസ്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ റിസ്ക് ബയ്യർക്കല്ല. അതായത് തേർഡ് പാർട്ടിക്ക് അവർ റിസ്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബയ്യർക്കോ അല്ലെങ്കിൽ സെല്ലർക്കോ അതിൽ റിസ്ക് ഇല്ല. ആർക്കായിരിക്കും? അവർ ഡിസൈഡ് ചെയ്യണ തേർഡ് പാർട്ടിക്കായിരിക്കും പിന്നെ റിസ്ക് വരുന്നത്. ഇഫ് ദ പാർട്ടീസ് ഡിസൈഡ് ടു ട്രാൻസ്ഫർ ദ റിസ്ക് ബിഫോർ ഓർ ആഫ്റ്റർ ദ ഓണർഷിപ്പ് ഹാസ് ട്രാൻസ്ഫേർഡ്, അവർ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം റിസ്ക് വേറൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആർക്ക് അതിൻ്റെ റിസ്ക് ഉണ്ടാവില്ല? ബയ്യർക്കോ സെല്ലർക്കോ അതിൻ്റെ റിസ്ക് ഉണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റ് എക്സംഷനാണ് ഇഫ് ദ പ്രൈസ് ഡിസൈഡ് ടു ട്രാൻസ്ഫർ ദ റിസ്ക് ബിഫോർ ഓർ ആഫ്റ്റർ ദ ഓണർഷിപ്പ് ഹാസ് ട്രാൻസ്ഫേർഡ്. നെക്സ്റ്റ് പോയിന്റ്, വെയർ ദ ഡെലിവറി ഓഫ് ദ ഗുഡ്സ് ഹാസ് ബീൻ ഡിലേഡ് by the default or negligence of either buyer or seller, the goods are at the risk of the party who delayed the property. അതായത് ഇപ്പോൾ ഗുഡ്സ് ഡെലിവറി ചെയ്യാനായിട്ട് ബയ്യറോ സെല്ലറോ ഡിലേ വരുത്തി, താമസം വരുത്തി കഴിഞ്ഞാൽ ആരാണോ ആ ഡിലേ വരുത്തിയത് അയാൾക്കായിരിക്കും പിന്നെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി. നോക്കിക്കോ, വെയർ ഡെലിവറി ഓഫ് ദി ഗുഡ്സ് ഹാസ് ബീൻ ഡിലേഡ്, അത് ഡിലേ വരുത്തിയത് ബൈ ദ ഡീഫാൾട്ട് ഓർ നെഗ്ലിജൻസ് ഓഫ് ഐദർ ബയ്യർ ഓർ സെല്ലർ. ബയ്യറിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ സെല്ലറിൻ്റെ ഭാഗത്തു നിന്നാണ് ആ നെഗ്ലിജൻസ് വന്നു കഴിഞ്ഞെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അത് ഇപ്പോൾ ആ ഗുഡ്സിന് എന്തെങ്കിലും റിസ്ക്കോ ഡാമേജോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഏത് പാർട്ടിയാണോ, ഏത് ബയ്യറാണോ സെല്ലറാണോ ആ ഡിലേ വരുത്തിക്കണേ അയാൾക്കായിരിക്കും പിന്നെ അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി. അല്ലാതെ ഒരു ബയ്യർക്കോ സെല്ലർക്കോ ആയിരിക്കില്ല. ആരാണോ ഡിലേ വരുത്തിയത് ആ പാർട്ടിക്കായിരിക്കും അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി. നോക്കിയേ, വെയർ ദ ഡെലിവറി ഓഫ് ദി ഗുഡ്സ് ഹാസ് ബീൻ ഡിലേഡ് ബൈ ഡീഫാൾട്ട് ഓർ നെഗ്ലിജൻസ് ഓഫ് ഐദർ ബയ്യർ ഓർ സെല്ലർ, ദ ഗുഡ്സ് അറ്റ് ദ റിസ്ക് ദ പാർട്ടി ഹു ഡിലേഡ് ദ പ്രോപ്പർട്ടി. അതായത് ഏത് പാർട്ടിയാണോ ആ പ്രോപ്പർട്ടിക്ക് ഡിലേ വരുത്തിയത്, ഇപ്പം ബയ്യറാവാം സെല്ലറാവാം, അവർക്കായിരിക്കും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി. അല്ലാതെ അതിൻ്റെ റിസ്ക് വരാം, അല്ലാതെ ഇപ്പം ബയ്യർക്കോ സെല്ലർക്കോ അല്ല. Third point, sometimes trade customs may put the ownership and risk separately in two parties. ചില കേസിൽ ഓണർഷിപ്പിൻ്റെ ഓണർഷിപ്പും അതുപോലെ തന്നെ റിസ്ക്കും സെപ്പറേറ്റ് പാർട്ടിയുടെയിലേക്കും സെപ്പറേറ്റ്ലി ഇൻ ടു പാർട്ടീസിൻ്റെ ഇടയിലായിരിക്കും. നോക്കിക്കോ, തേർഡ് പോയിന്റ്, സംടൈംസ് ട്രേഡ് കസ്റ്റംസ് മേ പുട്ട് ദ ഓണർഷിപ്പ് ആൻഡ് റിസ്ക് സെപ്പറേറ്റ്ലി ഇൻ ടു പാർട്ടീസ്. രണ്ട് പേരുടെയിലേക്കും റിസ്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും. അതായത് ഓണർഷിപ്പ് ഒരാളുടെ, റിസ്ക് വേറൊരാളുടെ. സെക്കൻഡ് പോയിന്റ്, ആക്ഷൻ എഗെയിൻസ്റ്റ് തേർഡ് പാർട്ടീസ്. Action against third parties. There is a general rule of law that the owner alone can exercise the property right. ഇവിടെ ഒരു റൂള് പറയുന്നത്, അതായത് ഓണർ alone can exercise property right. ഓണർക്കാണ് ആ പ്രോപ്പർട്ടി റൈറ്റ് ഉള്ളത്. When the goods are in any way destroyed or damaged by action of third parties,
ഇറ്റ് ഈസ് ദ ഓണർ ഓഫ് ദി ഗുഡ്സ് ഹു ക്യാൻ ടേക്ക് ആക്ഷൻ എഗെയിൻസ്റ്റ് ദം. അതായത് ഇപ്പോൾ ഒരു തേർഡ് പാർട്ടിയുടെ ആക്ടിവിറ്റി കൊണ്ട് എന്തെങ്കിലും ഡാമേജോ ഡിസ്ട്രക്ഷനോ സംഭവിച്ചു കഴിഞ്ഞാൽ തേർഡ് പാർട്ടിക്ക് അവരുടെ മേലെ ആക്ഷൻ എടുക്കാനായിട്ട് പറ്റും. അതിൻ്റെ ആ ഗുഡ്സിൻ്റെ ഓണർക്ക് ആക്ഷൻ എടുക്കാനായിട്ട് സാധിക്കും. നോക്കിക്കോ, ദർ ഈസ് എ ജനറൽ റൂൾ ഓഫ് ലോ ദാറ്റ് ദ ഓണർ എലോൺ ക്യാൻ എക്സസൈസ് ദ പ്രോപ്പർട്ടി റൈറ്റ്. ഓണർക്ക് മാത്രമേ ഈ പ്രോപ്പർട്ടി റൈറ്റ് എടുക്കാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ വേറൊരു പാർട്ടി വഴി എന്തെങ്കിലും ഡാമേജോ ഡിസ്ട്രക്ഷനോ വന്നു കഴിഞ്ഞാൽ അവർക്കെതിരെ സ്യൂ ചെയ്യാനുള്ള റൈറ്റ് ട്രൂ ഓണർക്കാണുള്ളൂ. When the goods are in any way damaged or destroyed by action of third party, it is only the owner of the goods who can take action against them. തേർഡ് പോയിന്റ്, സ്യൂട്ട് ഫോർ പ്രൈസ്. അതായത് പ്രൈസിന് വേണ്ടി സ്യൂ ചെയ്യാം. ദ സെല്ലർ ബിക്കേം എൻറ്റൈറ്റിൽഡ് ടു റിക്കവർ ദ പ്രൈസ് ഓഫ് ഗുഡ്സ് ഫ്രം ദി ബയർ ഓൺലി വെൻ ദ പ്രോപ്പർട്ടി ഗുഡ്സ് ഹാസ് പാസ്ഡ് ടു ദി ബയർ. അതായത് ഗുഡ്സിൻ്റെ പ്രൈസ് വാങ്ങുന്നത് എപ്പോഴാണെന്നാണ് പറയുന്നത്. ദ സെല്ലർ ബിക്കേം എൻറ്റൈറ്റിൽഡ് ടു റിക്കവർ ദ പ്രൈസ് ഓഫ് ദി ഗുഡ്സ് ഫ്രം ദി ബയർ. ബയറിൻ്റെ നിന്ന് സെല്ലർക്ക് ആ പ്രൈസ് കിട്ടും ഓൺലി വെൻ ദ പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് ഹാസ് പാസ്ഡ് ടു ദി ബയർ. അതായത് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് കൊടുക്കാൻ പറ്റുള്ളൂ, പ്രൈസ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. പ്രൈസ് ബയർ സെല്ലർക്ക് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അതാണ് പറയുന്നത് ദ സെല്ലർ ബിക്കേം എൻറ്റൈറ്റിൽഡ് ടു റിക്കവർ ദ പ്രൈസ് ഓഫ് ദി ഗുഡ്സ് ഫ്രം ദി ബയർ ഓൺലി വെൻ ദ പ്രോപ്പർട്ടി ഗുഡ്സ് ഹാസ് പാസ്ഡ് ടു ദി ബയർ. ബയർക്ക് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം മാത്രമേ അയാൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, പേയ്മെൻറ്റ് നടത്തേണ്ട ആവശ്യമുള്ളൂ. നെക്സ്റ്റ്, റൂൾസ് റിലേറ്റിംഗ് ടു ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി. 3 റൂൾസ് പറയുന്നുണ്ട്. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇൻ സ്പെസിഫിക് ഓർ അസർട്ടൈൻഡ് ഗുഡ്സ്, transfer of property in ascertained or future goods, transfer of property in case of sale on approval. First case, transfer of property in specific or ascertained goods. Section 19 of Sale of Goods Act provide that when there is a contract of sale of specific or ascertained goods, the property in them is transferred to the buyer at the same time as parties of the contract intended to be transferred. നമ്മൾ സ്പെസിഫിക് ഓർ അസർട്ടൈൻഡ് ഗുഡ്സ് എന്താണെന്ന് പറഞ്ഞിരുന്നു. അതായത് നമ്മൾ ആ കോൺട്രാക്റ്റ് ഓഫ് സെയിലിൻ്റെ സമയത്ത് ഇന്ന ഗുഡ്സ് ആണെന്ന് നമ്മൾ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സ്പെസിഫിക് ഓർ അസർട്ടൈൻഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. വേർ ദർ ഇസ് എ കോൺട്രാക്ട് ഫോർ ദ സെയിൽ ഓഫ് സ്പെസിഫിക് ഓർ അസർട്ടൈൻഡ് ഗുഡ്സ്, ദ പ്രോപ്പർട്ടി ഇൻ ദം ഈ ട്രാൻസ്ഫേർഡ് ടു ദി ബയർ അറ്റ് സച്ച് ടൈം ആസ് ദ പാർട്ടീസ് ടു ദി കോൺട്രാക്ട് ഇൻറ്റൻഡ് ടു ബി ട്രാൻസ്ഫേർഡ്. അവരെപ്പോഴാണോ ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സമയത്തായിരിക്കും ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാം. സെക്കൻഡ് പോയിന്റ്, വെൻ ദ ഗുഡ്സ് ആർ ഇൻ ഡെലിവറബിൾ സ്റ്റേറ്റ്. When there is an unconditional contract for sale of specific goods in deliverable state, the property in goods passes to the buyer when the contract is sale. ഇപ്പോൾ അത് ഡെലിവറബിൾ സ്റ്റേറ്റ് ആണെങ്കിൽ ആ കോൺട്രാക്റ്റ് മെയ്ഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് സെല്ലറിൻ്റെ നിന്ന് ബയറിലേക്ക് ട്രാൻസ്ഫർ ആവും. When there is a conditional contract for sale of specific goods in deliverable state, the property in goods passes to the buyer when the contract of sale is made. തേർഡ് പോയിന്റ്, വെൻ ദ ഗുഡ്സ് ആർ നോട്ട് ഇൻ ഡെലിവറബിൾ സ്റ്റേറ്റ്. നേരത്തെ പറഞ്ഞു വെൻ ദ ഗുഡ്സ് ആർ ഡെലിവറബിൾ സ്റ്റേറ്റ്. ഇനി അത് ഡെലിവറബിൾ സ്റ്റേറ്റിൽ അല്ലെങ്കിലോ, നോട്ട് ഇൻ ഡെലിവറബിൾ സ്റ്റേറ്റ് മീൻസ് ദാറ്റ് ദ സെല്ലർ ഹാസ് സംതിങ് യെറ്റ് ടു ഡു ദ ഗുഡ്സ് ഫോർ ദ പർപ്പസ് ഓഫ് പുട്ടിംഗ് ദം ഇൻ ടു ഡെലിവറബിൾ സ്റ്റേറ്റ്. അതായത് ഇപ്പോൾ ഒരു ഗുഡ്സ് ഡെലിവറബിൾ സ്റ്റേറ്റ് വിൽക്കണേക്കാൾ മുമ്പ് കുറച്ചും കൂടി പെൻഡിങ് ഉണ്ട്. ഇപ്പോൾ അതായത് ഇപ്പോൾ പാക്കിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ കണ്ടെയ്നറിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ in such a case, according to section 21 of the Sale of Goods Act, the property does not pass until such things is done and the buyer has notice thereof. അതായത് ഇപ്പം അങ്ങനത്തെ കേസിൽ നമ്മൾ പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യില്ല. ഇപ്പോൾ ഇവിടെ അണ്ടിൽ സച്ച് തിങ്സ് ഈസ് ഡൺ, ആ ഗുഡ്സ് ചെയ്ത് തീരുന്നവരെ, അതായത് ഇപ്പോൾ ഒരു ഗുഡ്സ് കണ്ടെയ്നർ ആക്കിയിട്ടില്ലെങ്കിൽ, അതായത് ഒരു പ്രോപ്പറായിട്ടൊരു കണ്ടെയ്നറിലാക്കിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിന് പ്രോപ്പറായിട്ട് പാക്കിങ് ചെയ്തില്ലെങ്കിൽ അത് ചെയ്ത് തീരുന്ന വരെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ട്രാൻസ്ഫർ ആവുള്ളൂ, പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ്, അതിൻ്റെ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ആവുള്ളൂ, അതായത് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവുള്ളൂ. ദ പ്രോപ്പർട്ടി ഡസ് നോട്ട് പാസിൽ അണ്ടിൽ സച്ച് തിങ്സ് ഈസ് ഡൺ ആൻഡ് ദ ബയർ ഹാസ് നോട്ടീസ് ദെയർ ഓഫ്.
നെക്സ്റ്റ് വെൻ ദ പ്രൈസ് ഓഫ് ദി ഗുഡ്സ് ഈസ് ടു ബി അസർട്ടൈൻഡ് ബൈ വെയ്റ്റിംഗ് ഓർ മെഷർമെൻറ്റ്. അതായത് അതിൻ്റെ വെയിറ്റ് നോക്കിയിട്ട് അല്ലെങ്കിൽ മെഷർമെൻറ്റ് നോക്കിയിട്ടാണ് അതിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. If the specific goods are in deliverable state but the seller yet to weight, measure, test or something other act or thing in connection with the goods for the purpose of ascertaining the price, the ownership does not passes to the buyer until such act or thing is done and the buyer has notice thereof. അതായത് ഇപ്പോൾ ഒരു ഗുഡ്സിൻ്റെ പാക്കിങ്ങും എല്ലാം കഴിഞ്ഞു, പക്ഷെ അത് എന്ത് ചെയ്തിട്ടില്ല, വെയിറ്റ് നോക്കിയിട്ടില്ല അല്ലെങ്കിൽ മെഷർമെൻറ്റ് നടത്തിയിട്ടില്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്ത് ട്രാൻസ്ഫർ ആവുള്ളൂ, ആ ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവുള്ളൂ. നോക്കിയേ, ഇഫ് ദ സ്പെസിഫിക് ഗുഡ്സ് ആർ ഇൻ ഡെലിവറബിൾ സ്റ്റേറ്റ് ബട്ട് ദ സെല്ലർ yet to weight, measure, test or do something other act or thing in connection with the goods for the purpose of ascertain the price, the ownership does not passes to the buyer. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഓണർഷിപ്പ് ബയർക്ക് ട്രാൻസ്ഫർ ആവില്ല. നെക്സ്റ്റ് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. First question, what is mean by transfer of property in goods? Second, discuss the importance of transfer of property. Okay, thank you.